എന്താണ് ഈ ഒരു പ്രതിഷേധം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണോ? അതെ, പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആ കൊടി വെച്ചിട്ടുള്ള ആ രൂപം അതിനകത്തെടുത്ത് മാറ്റാതെ പ്രതിഷേധം ഉപേക്ഷിച്ച് നമ്മൾ പോകില്ല. ഇപ്പോൾ രജിസ്ട്രാർ ഉൾപ്പെടെ അറിയിച്ചിട്ടുണ്ട് അവരുടെ അടുത്ത് മാറ്റണമെന്ന്, പക്ഷേ എടുത്താൻ തയ്യാറാവുന്നില്ലെന്നാണ് പറയുന്നത്. തയ്യാറാവുന്നില്ല എന്നുണ്ടെങ്കിൽ ആ പരിപാടി നടത്താനായിട്ട് എന്തെങ്കിലും ആ പരിപാടി റദ്ദാക്കുക, അല്ലെങ്കിൽ ആ ചിത്രം എടുത്ത് മാറ്റുക. ഇതിലൊന്നും നടക്കാതെ നമ്മളിവിടെ പിരിഞ്ഞു പോകുന്ന പ്രശ്നമില്ല. അവർ പറയുന്നത് 60,000 രൂപ അടച്ചു നേരത്തെ ബുക്ക് ചെയ്തതാണ്, അതുകൊണ്ട് അവർ എന്തും ചെയ്യും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പടങ്ങളൊക്കെ തന്നെ വെക്കുമെന്നാണ് പറയുന്നത്. 60,000 രൂപ അടച്ച് ബുക്ക് ചെയ്ത് ഇതുപോലുള്ള രാഷ്ട്രീയ കൊടി വെച്ച് പരിപാടി നടത്താനായിരുന്നെങ്കിൽ ഈ തിരുവനന്തപുരം നഗരത്തിനകത്ത് നിരവധിയായിട്ടുള്ള മറ്റ് ഓഡിറ്റോറിയം ഉണ്ട്. ആ ഓഡിറ്റോറിയത്തിനകത്ത് വെച്ച് നടത്താം. കേരള സർവകലാശാല എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ ഒരു കേന്ദ്രമായിട്ടുള്ള സ്ഥലത്ത് രാഷ്ട്രീയം കലർത്തുന്ന രീതിയിലേക്ക് ആ സർവകലാശാലക്കകത്തേക്ക് യാതൊരു വിധത്തിലും കടന്നു കയറാൻ പറ്റാത്ത ആളുകൾ ഇത്തരത്തിൽ പരിപാടി നടത്തി ഈ സർവകലാശാലക്കകത്തേക്ക് കയറി വരാനുള്ള ശ്രമം നടത്തുമ്പോൾ അതിനെ എന്ത് വില കൊടുത്തും എതിർക്കും. ഈ പരിപാടി നടത്താൻ വേണ്ടി സെനറ്റ് തിരഞ്ഞെടുത്തത് മനഃപൂർവ്വമാണ്. തീർച്ചയായിട്ടും മറ്റ് സാഹചര്യങ്ങളൊന്നും യൂണിവേഴ്സിറ്റിക്കകത്തേക്ക് കയറാൻ വേണ്ടി നടക്കാത്തപ്പോൾ ഈ രീതിയിലേക്ക് കൊണ്ടുവന്നതാണ്. SFI ആരോപിക്കുന്നത് ഇങ്ങനെയാണ്, അതായത് നിരവധി ഓഡിറ്റോറിയങ്ങളുണ്ട് ഇത്തരത്തിലുള്ള ഒരു പരിപാടി അവതരിപ്പിക്കുന്നതിന് വേണ്ടി. പക്ഷേ അവിടെ എങ്ങും വെച്ച് ഈ പരിപാടി അവതരിപ്പിക്കാതെ അല്ലെങ്കിൽ പരിപാടി നടത്താതെ സംഘടിപ്പിക്കാതെ ഈ സെനറ്റ് ഹാളിലേക്ക്, അതായത് വിദ്യാർത്ഥികളുള്ള ഈ സെനറ്റ് ഹാളിലേക്ക് ഇത്തരം ഒരു പരിപാടിയുമായി ഇവർ എത്തിയത് മനഃപൂർവ്വമാണ്, ഒരു സംഘർഷത്തിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഘർഷത്തിന് വഴിയൊരുക്കുവാൻ വേണ്ടിയാണ് എന്നുള്ളതാണ് SFI ആരോപിക്കുന്നത്. എന്തായാലും ഇത്തരം ഒരു ചിത്രം പ്രദർശിപ്പിച്ചുകൊണ്ട്, അതായത് കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രം വെച്ചുകൊണ്ട് ഇത്തരം ഒരു പരിപാടി നടത്തുവാൻ വേണ്ടി അനുവദിക്കില്ല എന്ന് തന്നെയാണ് SFI പ്രവർത്തകർ പറയുന്നത്. ഇത് എടുത്തു മാറ്റാതെ ഈ പരിപാടിയുമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടി അനുവദിക്കില്ല. എന്തായാലും ഗവർണർ എത്തുമോ ഇല്ലയോ എത്തും എന്നുള്ളതാണ് നിലവിൽ ഇതുവരെയുള്ള നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനുശേഷം എത്തിയാൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് പോകും. എന്നാൽ ആ പ്രതിഷേധത്തെ തടയുന്നതിന് വേണ്ടി പോലീസ് ഉണ്ട്, ഒപ്പം BJP പ്രവർത്തകർ ഒരു വശത്തുണ്ട്. ഇവർ തമ്മിലുള്ള ഒരു സംഘർഷം ഒഴിവാക്കുന്നതിന് വേണ്ടിയും എന്തായാലും പോലീസ് നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രം വലിയ വിവാദത്തിലേക്ക് പോയിരിക്കുന്നൊരു സാഹചര്യം